ആശുപത്രിയിൽ ഉമ്മയോടൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന 2 വയസ്സുകാരിയുടെ മാല മോഷണം പോയി. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 2 വയസ്സുകാരിയുടെ സ്വർണ്ണമാലയാണ് മോഷണം പോയതായി പരാതി ഉയർന്നത്. ചെമ്പ്ര ഏനൽകുന്നത്ത് സൈഫുദ്ദീൻ റിസ്വാന ഷെറിൻ എന്നിവരുടെ മകൾ ഷംസ ഷഹദിന്റെ 3/4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് മോഷണം പോയത്. പനിയെ തുടർന്ന് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയുടെ 3-ാം നിലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിലാണ് കുട്ടി അഡ്മിറ്റ് ആയിരുന്നത്. ഈ വാർഡിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്തതിനാൽ മാതാവ് റിസ്വാന ഷെറിനായിരുന്നു കൂട്ടിരിപ്പിന് എത്തിയത്. ബുധനാഴ്ച രാത്രി കുട്ടി നിർത്താതെ കരഞ്ഞതിനെ തുടർന്ന് ഞെട്ടി ഉണർന്ന അമ്മ കുട്ടിയെ നോക്കിയപ്പോഴാണ് മാല മോഷണം പോയതായി അറിയുന്നത്. വാർഡിൽ ലൈറ്റ് അണയ്ക്കരുതെന്ന നിർദ്ദേശമുണ്ടെങ്കിലും കുട്ടി കരയുന്ന സമയത്ത് ലൈറ്റ് ഉണ്ടായിരുന്നില്ലെന്നാണ് അമ്മ പറയുന്നത്. കുട്ടിയുടെ കഴുത്തിൽ മാല പൊട്ടിച്ചതിന്റെ ചുവന്ന പാടുകളും ഉണ്ടായിരുന്നു. വാർഡിലോ സമീപത്തോ CCTV ക്യാമറകളുമില്ല. ആശുപത്രിയുടെ പ്രവേശന കവാടത്തിൽ മാത്രമാണ് CCTV ക്യാമറകൾ ഉള്ളത്. വൈകിട്ട് കുട്ടിയുമായി പുറത്തിറങ്ങി ആശുപത്രിയിലേക്ക് തിരിച്ചു കയറുമ്പോൾ കഴുത്തിൽ മാലയുണ്ടായിരുന്നതായും CCTV ദൃശ്യം നോക്കി ഉറപ്പുവരുത്തുകയും ചെയ്തതായും കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നു. രോഗികളും കൂട്ടിരിപ്പുകാരും സ്വർണം പോലെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉപയോഗിക്കരുതെന്നും ഇത്തരം സാധന സാമഗ്രികൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ സൂക്ഷിക്കേണ്ടതാണെന്നും രോഗികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നതിനാലാണ് വാർഡുകളിൽ CCTV സ്ഥാപിക്കാത്തതെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. കവാടത്തിലെ CCTV ക്യാമറ പരിശോധിക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും നൽകാമെന്നും ആശുപത്രി അധികൃതർ ഉറപ്പു നൽകിയതായി ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള വിഷൻ, തിരൂർ.